ഏപ്രിൽ 26-നാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ആ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ഞാൻ ശ്രദ്ധിച്ചത് തിരുവനന്തപുരം MP ശശി തരൂരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഒരു വികസനവും കൊണ്ടുവരാത്തവരെ ജനം എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, 15 വർഷമായി തരൂർ തിരുവനന്തപുരത്ത് MP-യാണ്. തിരുവനന്തപുരത്ത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴും ഒരു തവള മൂത്രം ഒഴിച്ചാൽ വെള്ളപ്പൊക്കമാണ്. എന്തൊക്കെയോ വേറെ വിദേശ രാജ്യങ്ങളെ പോലെ തിരുവനന്തപുരം മാറ്റും എന്നൊക്കെ പറഞ്ഞ് 2-3 തവണ മത്സരിച്ച് ജയിച്ച ശശി തരൂർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 15 വർഷത്തിനിടെ, നമ്മൾ എത്രയോ തവണ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ 15 വർഷത്തിനിടെ തിരുവനന്തപുരത്ത് എന്തും മാറ്റമാണ് ശശി തരൂർ എന്ന വിശ്വപൗരൻ കൊണ്ടുവന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ആ ചോദ്യം വളരെ ശക്തമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. കാരണം ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സിംഗപ്പൂരാക്കും എന്ന് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇവരെല്ലാം അങ്ങനെ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമാണ് പ്രദേശത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്തെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കറിയാം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട വികസനമാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരുന്ന ഒരു വികസനമാണ്. അതല്ലാണ്ട് തിരുവനന്തപുരത്തിന് മാത്രം വികസനമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന ഒരു വികസനമാണ്. നമ്മൾ ഇത്തിരി സ്ലോയിലായി പുറയിലായി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ സ്ഥലം എടുത്തു കൊടുക്കുന്ന ഒരു പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഇവിടെയാണ് ചില ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ ശബത്തിൽ ചവിട്ടിയിട്ട് ദേശീയപാത വികസനം എന്ന് പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രി വരെയുണ്ട്. അതെ, സച്ചിദാനന്ദനാണ് പറഞ്ഞത്. എല്ലാ ആളുകളും അല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം വരുമ്പോൾ മാത്രമാണ് അത് വിഭാഗീയമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ ജെന്യുവനായ പ്രോബ്ലമാണ്. കാരണം നമ്മളിപ്പോൾ ഈ വികസനം പ്രഖ്യാപിച്ച സമയത്ത് ഞാനൊക്കെ ഈ തമിഴ്നാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ എത്ര വേഗത്തിലാണ് ഈ റോഡുകൾ വരുന്നത്. അവിടെ അങ്ങനെ റോഡുകൾ വരുമ്പോൾ ഒരു വീടും എടുത്തു പോകുന്നില്ല എന്നുള്ളതാണ്. വീടുകളൊന്നും അങ്ങനെ എടുത്തു പോകാനില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിനെ വളരെ അമിക്കബിളായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ വികസനം കൊണ്ടുവരാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു MP ശശി തരൂർ കഴിഞ്ഞ 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു MP അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ ഒരു സാധനം പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അങ്ങനത്തെ ഒരു സാധനം എനിക്കും ഞാനും ഒക്കെ തിരുവനന്തപുരത്ത് പലതവണ ഈ 15 വർഷത്തിടെ പോയിട്ടുണ്ട്. അന്ന് കണ്ടത് അതേ തിരുവനന്തപുരം. അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാത്തിടത്തോളം കാലം അത് സ്വാഭാവികമായിട്ടും ജനപ്രതിനിധിക്കെതിരെ, പ്രത്യേകിച്ച് MLA ആയാലും MP ആയാലും ഇതൊക്കെ വരാവുന്നതാണ്. പല സ്ഥലത്തും നമ്മൾ ഈ MLA-മാരെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കിയാൽ അവിടെയെങ്കിലും അങ്ങനത്തെ ഒരു പ്രത്യേക സംഭവമൊന്നുമില്ല. പക്ഷേ അവരിങ്ങനെ റോഡ് പണിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ കല്യാണത്തിൽ ചെല്ലുകയോ, ശശി തരൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹം വല്ലപ്പോഴും തിരുവനന്തപുരത്ത് വരുന്നു, വിശ്വപൗരനാണെന്ന് പറയുന്നു, ആർക്കും മനസ്സിലാവാത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇതൊക്കെ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ കിഴങ്ങന്മാർ വായും വിളിച്ച് നോക്കി നിൽക്കുന്നു. അല്ല, ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും, കേരളീയരായ മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹത്തിൽ അർപ്പിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വപൗരത്വം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതെന്താണ് പുള്ളിയുടെ വിശ്വപൗരത്വം? അല്ല, ലോകം മുഴുവൻ അറിയുന്ന ഒരാൾ, പിന്നെ UN-ലെ പ്രതിനിധിയായിരുന്ന ഒരാൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പിന്നെ ഒരു നോവലിസ്റ്റ്. ഞാൻ പറയട്ടെ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തനായിട്ട് മാറ്റുമ്പോൾ ആ വ്യത്യാസത്തിനാണ് ഞാൻ വ്യത്യസ്തനായിട്ടുള്ളൊരു ബാലനാണ് എന്ന നിലക്കുള്ളൊരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കോൺഗ്രസ്സുകാരുടെ ഒരു അഭിപ്രായം നമ്മൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുട്ടപ്പ് ചെയ്തിട്ട് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ജയസാധ്യത വളരെ കൂടുതലാണെന്ന് പറയാറില്ല, കേട്ടില്ല? അങ്ങനെ പല കോൺഗ്രസ്സുകാരും സംസാരിക്കുക. അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശരി, അതിങ്ങനെ സെലിബ്രിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുറേ മാധ്യമങ്ങളുണ്ട്. നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷത്തിനും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. നമ്മുടെ ഗവർണർ 4 വർത്തമാനം പറയുമ്പോൾ ഓടി ഒളിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു പരാധീനതയാണ്. മലയാളം പഠിച്ചു വന്ന് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയില്ല. പലരുടെയും പ്രശ്നമാണ്. ഹിന്ദിയും അറിയില്ല. ശശി തരൂർ വന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സാധാരണ ജനത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഭാഷ അവതരിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ നമ്മുടെ മകാരം അസാധാരണമായിട്ടുള്ള ചില വാക്കുകൾ. അതെ, മകാരം മത്തായി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു കേരളത്തിൽ. കോട്ടയത്ത് പാലാ ഭാഗത്ത് കണ്ടൊരു മകാരം മത്തായി ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാലും മായിൽ തുടങ്ങിയേ സംസാരിക്കുള്ളൂ. അതൊരു വലിയ കഴിവാണെന്നൊക്കെ വേണമെങ്കിൽ രസത്തിന് സമ്മതിക്കാം. അതൊരു പ്രതിഭയോ നാടിൻ്റെ അനിവാര്യമായ കാര്യമൊന്നുമല്ല.
അപ്പോൾ ശശി തരൂർ നമുക്കാർക്കും അറിയാത്ത കുറേ വായി കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്നു എന്നതുകൊണ്ട് അദ്ദേഹം വലിയ സംഭവമൊക്കെ ആകുന്നത് എങ്ങനെയാണ്? അല്ല, അദ്ദേഹം വലിയ സംഭവമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കാറുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ഇടപെടലും ഒക്കെ നോക്കുമ്പോൾ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന മാതിരി തോന്നും. കാരണം എന്താ കാരണം, ഒരു വിഷയത്തിൽ പൊളിറ്റീഷ്യൻസ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് വെച്ചിട്ട് അവർക്ക് ആ സ്ട്രാറ്റജിയിൽ മാത്രമേ പ്രവർത്തിക്കാനും സംസാരിക്കാനായിട്ട് പറ്റും. ശശി തരൂരിന് അതിൻ്റെ ഒരു ബാധ്യത ഇല്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അതുകൊണ്ട് പല വിഷയങ്ങളും അദ്ദേഹത്തിന് തുറന്ന് സംസാരിക്കാനായിട്ട് ശശി തരൂരിന് കൊള്ളാം. അതെ, നാടിനെന്താ ഗുണം? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ മുൻകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? അവർ പഴയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ഒരു വികാരമായി, ഒരു പാഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവന് പ്രവർത്തനം നടത്തുന്നത് സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കൾ എന്നാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ കുറഞ്ഞു വന്ന് ഇന്ന് നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ എടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ജനപ്രതിനിധിയെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ മാഷേ? നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്കൊന്ന് വിളിക്കാൻ, ഓടിച്ചെന്ന് കാണാൻ, ഒരു സങ്കടം പറയാൻ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ, ഇങ്ങനെയൊക്കെ കഴിയുന്ന ഒരാളാവണം നമ്മുടെ ജനപ്രതിനിധി. അല്ല, അങ്ങനെയുള്ളവർക്ക് ജനപ്രതിനിധി പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, അല്ലെ ജില്ലാ കൗൺസിൽ ആവട്ടെ, MLA ആവട്ടെ, MP ആവട്ടെ. ഇത് കേരളത്തിൽ 2 പേർക്ക് കഴിയുന്നില്ല. ഒന്ന് വയനാട്ടിൽ ജയിച്ച രാഹുൽ ഗാന്ധിക്കും തിരുവനന്തപുരത്തുള്ള ശശി തരൂർ. ഇവരെത്ര വിശ്വപൗരരാണെങ്കിലും ആ നാട്ടിലെ ശശി തരൂരിൻ്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം MP ആയിരിക്കുന്ന വിശ്വപൗരൻ. MP ആയിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ വിശപ്പടക്കാൻ വേണ്ടി മണ്ണ് വാരി കഴിച്ചത്. അതെല്ലാം ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ കാര്യം തന്നെ സാനുമാഷൂടെ ജയിച്ച് അപ്പോൾ ജയിച്ച സമയത്ത് സാനുമാഷിന് നേരിട്ടൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പാതിരാത്രിയിലൊക്കെ ഫോൺ വരും പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട്. മാഷിനത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്തുള്ള പറയട്ടെ, ഞാൻ ഒരാൾ വന്നിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും പറഞ്ഞത് പോലീസ് എൻ്റെ മകനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോകണം. നമ്മൾ ചിലപ്പോൾ ഫോൺ ചെയ്താൽ അയാൾ വിടണമെന്നില്ല. അപ്പോൾ നേരിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അയാളെ വിടിക്കുക അല്ലെങ്കിൽ ഒപ്പം നിൽക്കുകയും ചെയ്യുക. ഇതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, ജനം ആഗ്രഹിക്കുന്നതാണ്. ജനത്തിന് അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമാണ് സ്ഥിരമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇങ്ങനെ ഉയർന്നു വരാനും ജനങ്ങളുടെ ഒരു പ്രതിമായിട്ട് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞ 2 മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ജനങ്ങളുടെ പ്രശ്നമാണ്. കാരണം വയനാട്ടിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി കിട്ടാറില്ല. അല്ല, ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന പോലെ പിന്നീട് തൊടാനും കാണാനും കഴിയാത്ത പോലെ 2 MP രാഹുൽ ഗാന്ധിയെ തരൂരിനെ വിട്ടിട്ട് എന്താ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ജനങ്ങൾ പ്രായോഗികമായി ചിന്തിക്കട്ടെ. എല്ലാ വലിയ നേതാക്കളുടെ കാര്യത്തിൽ മാത്രം പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ മുഖമാണ്. പ്രതിപക്ഷത്തിൻ്റെ മുഖമായി ഒരു നേതാവ് പാർലമെൻറ്റിൽ ഉണ്ടാകാൻ വേണ്ടി ആ മണ്ഡലത്തിലെ ജനങ്ങൾ അവർക്ക് തൊടാനും അനുഭവിക്കാനും കാണാനും കേൾക്കാനും ഒരു സങ്കടം പറയാനും കഴിയാത്ത ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ പോലെ ഒരു MP കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, അങ്ങനെ ആവരുത്. രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ളൊരു ബാലൻസിങ് പ്രോസസ്സ് നടന്നില്ലെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് 1, 2, 3 പ്രാവശ്യം കഴിയുമ്പോഴൊക്കെ ആളുകൾ തന്നെ ഉപേക്ഷിക്കാനുള്ള സാധ്യത. മാഷ് ശ്രദ്ധിച്ചോ, ഈ വിശ്വപൗരൻ്റെ മണ്ഡലത്തിലാണ് ശശി തരൂരിൻ്റെ തിരുവനന്തപുരത്താണ് ഒരു സ്ത്രീ വിശപ്പടക്കാൻ മണ്ണ് വാരി കഴിക്കേണ്ടി വന്നത്. വലിയ വാർത്തയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിശ്വപൗരൻ 15 വർഷമായി ആ മണ്ഡലത്തിൽ ജീവിച്ചിട്ട് മൈനോറിറ്റി ആയിരിക്കും അതിദരിദ്രർ നമ്മുടെ നാട്ടിൽ. അല്ല, ശരിയാണ്, അവരവശേഷിക്കുന്നു. അപൂർവമായിട്ടുള്ള ചില കേസുകളിൽ അങ്ങനെ വാർത്തകൾ വരും. പക്ഷേ നമ്മളൊരു MP എന്ന നിലക്ക് നമ്മളുടെ ജോലി എന്ന് പറയുന്നത് അതിൽ ഇടപെടുകയും മേലാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് വിധേയമായിട്ടുള്ള അതിൻ്റെ ഒരു ഇരയുണ്ടല്ലോ, ആ ഇരയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യാം എന്നൊക്കെയുള്ളതാണ് സാമാന്യമായിട്ട് ചെയ്യാവുന്ന രാഷ്ട്രീയ നീക്കുപോക്കുകൾ എന്ന് പറയുന്നത്. ഇതൊന്നും പലപ്പോഴും ഇത്തരം ആളുകൾക്ക് കഴിയാതെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലങ്ങളും ഉണ്ടാകാം. ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൈബി ഈഡനോ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ആരിഫോ, ഞാൻ 2 MP കാര്യമാണ് പറയുന്നത്. അവരുടെ മണ്ഡലത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ നിശ്ചയമായി അവരവിടെ എത്തും, അവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യും, അവരെന്തെങ്കിലും വിഭവ സമാഹാരം നടത്തി അവർക്ക് വീടോ ഭക്ഷണമോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ല, നമുക്ക് രണ്ടുപേരും അറിയാവുന്നതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെയൊക്കെ കാരണം അവർക്കറിയാം അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരിക്കലും പിന്നെ നാളെയും കൂടി ആളുകളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. തരൂരിന് വിശ്വപൗരനായി രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി ലോകം മുഴുവൻ ചുറ്റി നടക്കാൻ വേണ്ടി ജനങ്ങൾ ഒരാളെ അങ്ങ് വോട്ട് ചെയ്ത് പറഞ്ഞയക്കണം. എന്നിട്ട് ഇവരുടെ പ്രതിനിധികളോ കങ്കാണികളോ ആയിട്ടുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
അല്ല ഇവർ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നത് വളരെ തെറ്റാണെങ്കിലും SFIക്കാർ കൊണ്ട് ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഒരു വാഴ വെച്ചതുപോലെയാണ് ചില MP-മാരെ ജയിപ്പിച്ചയച്ചാൽ വാഴ വെക്കുന്നതാണ് അതിലും ഭേദം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ കഴിഞ്ഞ ലോക്സഭയിൽ നമ്മളുടെ MP-മാർ ഓരോരുത്തരും എന്ത് ചെയ്തു എന്നുള്ള ഒരു വലിയ പരിശോധന ജനങ്ങൾ നടത്തേണ്ടത് ആവശ്യം. ഉറപ്പായിട്ടും രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട്. കാരണം വെച്ചാൽ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്സഭയിലേക്ക് പോയത്, അവരെന്ത് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശകലനം നടത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പോകേണ്ടതില്ലെന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ജനങ്ങൾക്കുണ്ട്. ശരിക്കും പറഞ്ഞു അങ്ങനെ തീരുമാനിച്ച കേരളത്തിലെ മിക്ക MP-മാർക്കും പോകാൻ കഴിയും. അല്ല, അത് പക്ഷേ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ എന്താ നമ്മൾ ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ജയിക്കുന്നത്? അതാണ് എന്താ കാര്യം ഇവരെന്ത് അർഹതയാണ്? പാർലമെന്റിൽ പോയാൽ വർത്തമാനം പറയത്തില്ല. അവർ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുക, ഈ സർക്കാർ ജോലിയിൽ യാത്ര ചെയ്യുക, ഇതല്ലാണ്ട് അതായത് ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വലിയ ഉദ്യോഗം കിട്ടിയതുപോലെ ആ ഉദ്യോഗം ഒന്നും ചെയ്യേണ്ടതില്ലാത്ത ഉദ്യോഗമായിട്ട് 3-3.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും, സുഖിമാന്മാരായി കഴിയാൻ വേണ്ടിയിട്ട് 10-20 ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ആളുകൾ എനിക്ക് ഏപ്രിൽ 26 കേരളം ബൂത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, അതായത് ഒരു MP-യുടെ ചുമതല എന്താണ്, MP എങ്ങനെയാണ് മണ്ഡലത്തിലെ ജനങ്ങളോട് സംവദിക്കേണ്ടത്, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് കേരളമെങ്കിലും തുടങ്ങി വെക്കണം. അല്ല, ഞാൻ പറയുന്നതേ നമ്മളുടെ ആളുകൾ എന്നാണ് ഈ തരത്തിലുള്ള ഒരു കോൺഷ്യൻസ് ഉള്ള ആളുകളായിട്ട് മാറിത്തീരുക. അതായത് തങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള MLA-യോ അല്ലെങ്കിൽ MP-യോ നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു റീകോൾ സിസ്റ്റം ഉണ്ട്, ഇവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അധികാരത്തിൻ്റെ പ്രശ്നം. അത് വന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് MP-മാരും MLA-മാരും പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്ക് പക്ഷേ അത് സാധ്യമാവില്ല. കാരണം പാർലമെന്റിൽ അതൊരു ബില്ല് അവതരിപ്പിച്ച് അവരെ ഇവരെല്ലാം തല്ലിക്കൊല്ലും. അല്ല, അത് ഏത് പാർട്ടിക്കാരനാണ് അത് കൊണ്ടുവന്ന് വെച്ചാൽ കാരണം തല്ലിക്കൊല്ലാനുള്ള സാധ്യതയുള്ളത്. കാരണം അതാണ് രാഷ്ട്രീയം. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. മറ്റൊന്നുകൂടി ഇല്ലേ പക്ഷേ ഇപ്പോൾ ഏപ്രിൽ 26 വരെ നമ്മളാണ് യജമാനന്മാർ. നമ്മൾ 26 രാവിലെ പോയി വോട്ട് കുത്തി കയ്യിലൊരു മഷി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേണ്ട, പിന്നെ ഇവർ സാറന്മാരാ. ഈ അത്രയും ദിവസം ഇവർ നമ്മുടെ പിന്നാലെ നടക്കും. അതെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ പിന്നാലെയാണ്. സാർ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ പിന്നാലെ നടക്കണം. എന്തിനാണ് നമ്മുടെ ജനപ്രതിനിധികൾ MP-മാരെയൊക്കെ പോയി സാർ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് മുണ്ടഴിച്ചിട്ട് തലയെക്കെട്ടഴിച്ച് നിൽക്കുന്നത്? അല്ല, അത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഡൽഹിയിൽ ചെന്ന് ഈ MP-മാരെ കാണാനായിട്ട് പരിശ്രമിച്ചാൽ തന്നെ അവർക്ക് നമ്മളെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. വിമുഖതയാണ് അവർ കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനായിട്ട് വളരെ വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് സാധാരണ രീതിയിൽ സന്നദ്ധരാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഷെനാരിയോ തന്നെയാണ്. ഇത് മാറിയാൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുൻ പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് മാറിത്തീരുക. ഒരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കി ഇവൻ ശരിയല്ലെങ്കിൽ നീഞ്ഞ് വീട്ടിലിരിക്കുക എന്ന് പറയാനായിട്ടുള്ള ശേഷി നമുക്കുണ്ടാവണം. അതിന് പറ്റുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെ എന്ത് ചെയ്യണം, റീകൺസ്ട്രക്റ്റ് ചെയ്യണം. അല്ലാണ്ട് പാർട്ടി പറയുന്നിടത്ത് വോട്ട് ചെയ്യൽ മാത്രമല്ല രാഷ്ട്രീയം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഈ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഏതായാലും ഏപ്രിൽ 26 കേരള പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ 20 യജമാനന്മാരെയല്ല 20 സേവകരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മലയാളിയെങ്കിലും ചിന്തിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.